ഐസൺ തുടരുക. മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഹരിയാനയിലെ മുൻ MLA വീട്ടിൽ നിന്ന് ആയുധശേഖരം കണ്ടെടുത്തു. ദിൽഭാഗ് സിംഗിന്റെ വീട്ടിൽ നിന്ന് 100 കുപ്പി വിദേശ മദ്യവും 5 കോടി രൂപയും ആയുധങ്ങളുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത്. ഇന്ന് പുലർച്ചെയായിരുന്നു റെയ്ഡ്. ഐസൺ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി നൽകാം. ഇന്ന് രാവിലെ രാജ്യത്തെ തന്നെ കണ്ടെത്തലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഏതെല്ലാം തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം തന്നെ ഇൻ്റർനാഷണൽ ലോക് ദളിൻ്റെ ഒരു മുൻ MLA ചെയ്തു കൂട്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന 500 രൂപയുടെ നോട്ടുകെട്ടുകൾ അത് തന്നെ 500 കോടിയോളം രൂപ വരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, പല ആയുധങ്ങളും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ, ഭാരതത്തിൽ ഇറക്കുമതി ചെയ്യാൻ അനുമതിയില്ലാത്ത, ഇറക്കുമതി ലംഘനം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയില്ലാത്ത ആയുധ ശേഖരം കണ്ടെത്തിയിരിക്കുന്നു. വലിയ തോതിൽ 100 കുപ്പി വിദേശ മദ്യം, അത്തരത്തിൽ വില കൂടിയ മദ്യങ്ങൾ, അതായത് സാധാരണ നിലയിൽ നിന്നും സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തേക്കാൾ എത്രയോ വില കൂടിയ മദ്യം വലിയൊരു ശേഖരം തന്നെ കണ്ടെത്തിയിരിക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇത് MLAയുടെയും MLAയുടെ ദിൽബഗ് സിംഗിൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്നുമെല്ലാം തന്നെ ഈ റെയ്ഡ് നടന്നപ്പോൾ ഇത്രയും ആയുധവും ശേഖരവും വലിയൊരു തുകയും 5 കോടി രൂപ കറൻസിയായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ സ്വർണം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ പുറത്തുവിട്ട വിവരങ്ങളെല്ലാം തന്നെ. എന്തുതന്നെയായാലും വലിയൊരു അഴിമതിയുടെ കഥ ഇതിന് പുറകിലുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. ഇനി ഭൂമി ഇടപാടുകളും ബിനാമി ഇടപാടുകളും സംബന്ധിച്ച പരിശോധന നടക്കുമ്പോൾ ഈ കണ്ടതിനേക്കാൾ എത്രയോ വലിയ അഴിമതിയായിരിക്കും ഈ MLAയുടെ ഭാഗത്തു നിന്ന്, മുൻ MLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുക എന്ന് തെളിയിക്കുകയും ചെയ്യാൻ സാധിക്കും. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്ന ഈ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്ന ആ ഒരു ക്രമസമാധാന വിഷയങ്ങളിലുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവത്തിലേക്കുള്ള ഒരു ഇടപെടലിൻ്റെ തന്നെ വിഷയമായി മാറാൻ. അത് തന്നെയാണ് ഐസൺ, ഈ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കിടയിൽ ഹരിയാനയിൽ സംഘർഷങ്ങൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം കോപ്പ് കൂട്ടുന്ന രീതിയിലുള്ള ഒരു ആസൂത്രണം ഇതിനു പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഈ ആയുധങ്ങൾ ഐസൺ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ലേ? തീർച്ചയായും കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അതീവ ഗൗരവതരമായ വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത്തരത്തിലുള്ള ആയുധം ഇന്ത്യയിൽ എത്തിക്കാൻ അനുമതിയില്ലാത്ത, ഇന്ത്യയിൽ ഔദ്യോഗികമായി ഇമ്പോർട്ട് ചെയ്യാൻ അനുമതിയില്ലാത്ത ആയുധങ്ങൾ, ഈ ആയുധങ്ങളുടെ ഒരു സ്വഭാവം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കാരണം നമ്മൾ കണ്ട് പരിചയപ്പെട്ട, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് പ്രയോജനത്തിലിരിക്കുന്ന ലൈസൻസ് എല്ലാം നൽകുന്ന ആയുധങ്ങളുടെ ഒരു രീതിയേ അല്ലാത്ത ചില ആയുധങ്ങളാണ് ഇത്. ചിലത് സ്പോർട്സ് ഗണ്ണുകളാണ്. ഇത് ഓൾട്ടർ ചെയ്താൽ, സ്പോർട്സ് ഗണ്ണിൻ്റെ ബാരലുകളൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ശക്തമായ അസോൾട്ട് റൈഫിളുകളായി മാറാൻ സാധ്യതയുള്ള അത്രയും ശേഷിയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവതരമായൊരു വിഷയം. അത്തരത്തിലുള്ള ഒരു വലിയ മാഫിയയെ തന്നെ ഒരു പക്ഷേ തുറന്നു കാണിക്കാനുള്ള സാധ്യതയിലേക്ക് ED റെയ്ഡുകൾ എത്തിപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഐസൺ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.